ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് പുതിയ റെസിപ്പിയുമായിട്ടാണ്. മസാല ദോശയുടെ മസാല എങ്ങനെ തയ്യാറാക്കാം, ഒരു പ്രവാസിയുടെ മസാല ദോശയുടെ മസാല റെസിപ്പി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് സപ്പോർട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാല ദോശയിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളൻകിഴങ്ങ് കുക്കറിൽ ഒരു 4 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയുള്ളി, 4 പച്ചമുളക്, പൊട്ടുകടല, കരിവേപ്പ്, വറ്റൽമുളക്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ക്യാരറ്റ്, തക്കാളി, മല്ലിയില. മസാല ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കാൻ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന സമയം നമുക്ക് വറ്റൽമുളകും കരിവേപ്പിലും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണായിട്ട് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച വലിയുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവിന് ആവശ്യമായ ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം എല്ലാം വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം പാർന്ന് കൊടുക്കാം. അത്യാവശ്യം വാടി വന്ന സമയം നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നെയ്യ് ഇട്ടിട്ട് ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് ചൂടുവെള്ളം പാർന്നു കൊടുക്കാം. അത്രമാത്രം മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മതി മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എല്ലാം അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിലിട്ട് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളൻകിഴങ്ങ് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ പെട്ടെന്നുണ്ട് ചെയ്തെടുക്കാനും. വളരെ ഈസിയാണ് ഈ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് എല്ലാം ഉടച്ച് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ
അടിപൊളി മസാല ദോശക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഒരു പ്രവാസിയുടെ മസാല ദോശയുടെ മസാല. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് സപ്പോർട്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മസാല ദോശക്കുള്ള മസാല ചട്ടിനി, സാമ്പാർ. മസാല ദോശക്കുള്ള ദോശ ചുട്ടെടുക്കുകയാണ്. എൻ്റെ അടുത്ത് ചെറിയ ഫ്രൈ പാനാണ്. ഇതിൽ ദോശക്ക് ശരിക്കും വലുത് വേണം. എൻ്റെ അടുത്ത് ചെറുതാണ്. എന്നാലും അതിൽ വെച്ച് ഞാൻ ഒരു പ്രവാസിയായ ഞാൻ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ദോശയുടെ റെസിപ്പി മുൻപ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ദോശയിലേക്ക് മസാല വെച്ച് കൊടുക്കാൻ നമുക്ക് മസാല ദോശയുടെ മസാല ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല നാളികേര അരച്ച ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. ഒരു പ്രവാസിയുടെ മസാല ദോശ ഇതുപോലെ മടക്കി കൊടുക്കാം. കാരണം ചെറിയ ദോശയാണ്, എൻ്റെ അടുത്ത് ചെറിയ ചട്ടിയാണ്. അപ്പോൾ നമുക്ക് ചെറിയ ദോശ ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ദോശ അടിയിൽ വെച്ചെടുത്ത് മസാല ദോശ റെഡി. അടിപൊളി മസാല ദോശ. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് സപ്പോർട്ട്.